ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ദിഷി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കൂടി, നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് വന്നേക്കണാണ്. നമ്മള് എറണാകുളത്തുനിന്ന് വൺ ഡേ ട്രിപ്പിനായിട്ട് വന്നേക്കണത് ആലപ്പുഴയിലുള്ള പള്ളാത്തുരുത്തിയിലാണ് കേട്ടോ. പള്ളാത്തുരുത്തിയില ഒരു ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പൊ ഞാനിപ്പോ ഇരിക്കണത് ഹൗസ് ബോട്ടിലാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മൾ വന്നേക്കണത്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയില് കുട്ടനാടൻ കായൽ, അതായത് വേമ്പനാട്ട് കായലും കുട്ടനാട് കായലും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ബോട്ട് യാത്രയായിട്ടാണ് നമ്മളിന്ന് വന്നേക്കണ കേട്ടാ. ഇതിപ്പോ ഞാൻ ഇരിക്കണത് നമ്മുടെ റൂമിലാണ് കേട്ടോ. നമ്മുടെ ഇത് ഒരു ബെഡ്റൂമാണ്. നമ്മൾ 2 ബെഡ്റൂമുള്ള ഒരു ബോട്ടാണ്, ഹൗസ് ബോട്ടാണ് നമ്മൾ എടുത്തേക്കണത്. നമ്മള് ഏകദേശം ഒരു 10-22 പേരുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം എന്ന് പറയണത്. അതായത് നമ്മള് റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു വാഷ് ഏരിയ പോലെ ഉണ്ട്. മിററൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ടിലോട്ടുള്ള എൻട്രി കേട്ടാ. അപ്പൊ ഇതിലെ കൂടിയാണ് നമ്മൾ കയറി വന്നത്. കയറി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ് ആട്ടാ. എൻട്രൻസിൽ നിന്ന് നേരെ വരുമ്പോ തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സോഫയും സെറ്റിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ AC ഉണ്ട്, ഫാൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ TV അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ രാവിലെ വന്നപ്പോ തന്നെ വരുമ്പോ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ കയറുമ്പോ തന്നെ ഈ ലിവിംഗ് റൂമിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാനിപ്പോ പറയുമ്പോഴാണെങ്കിലും ലിവിംഗ് റൂമിന്റെ കാര്യങ്ങളൊന്നും നല്ല ശ്രദ്ധിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ്. അതേ വേറൊരു ഹൗസ് ബോട്ട് അതിലെ കൂടി പോകുന്നുണ്ട് കേട്ടോ. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കോറിഡോറാണ് കേട്ടോ. കോറിഡോറിൽ കൂടി നമുക്ക് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയണത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയണത്. ഒരു സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം. നമുക്ക് AC ഒക്കെ ഉണ്ട്. ACക്കൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണമെന്നാണൊക്കെ പറയണത് കേട്ടോ. അപ്പൊ 2 റൂമിലും പറഞ്ഞ പോലെ ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ് കേട്ടോ. ബാത്റൂം ഇതിനുണ്ട്. സെയിം തന്നെ, മറ്റേ മുറിയുടെ പോലെ തന്നെ സെയിം ആണ്. വ്യത്യാസം 2 മുറിക്ക് ഒരുപോലെ തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടാ. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സെക്കൻഡ് റൂം നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കിച്ചണാണ് കേട്ടാ. കിച്ചണിൽ നമുക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ നല്ല മണമ്മനുണ്ട്. ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ ഫിഷ് ഫ്രൈക്ക് ആണെന്ന് തോന്നുന്നു. നമ്മുടെ കരിമീനാണ് നന്നായിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനെ കണ്ടായിരുന്നു. ഇപ്പൊ നമുക്കിവിടെ വേറൊരു ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ,
നമുക്ക് ഇന്നിവിടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ചേട്ടന്റെ പേരെന്താണ്? ശ്യാം. അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട്? ചിക്കൻ കറി അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇത് കുക്ക് ചെയ്ത് തരും അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വേറെ നമുക്ക് ഫിഷ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ അവരവിടെ നമുക്ക് കുക്കൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പൊ ഈ ചേട്ടനാണോ കുക്ക് ചെയ്യണത്? രണ്ടുപേരും കുക്ക് ചെയ്യും. ഇപ്പഴേ ചേട്ടൻ ഇവിടെ മീൻ കഴിച്ചേട്ടൻ നല്ല തിരക്കിലാന്ന് തോന്നുന്നു, മീൻ കഴിക്കൊണ്ടിരിക്കണേ. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? ഉണ്ണി. ചേട്ടൻ ഇവിടെ നല്ല തിരക്കിലാണ്, മീനൊക്കെ കഴുകിക്കൊണ്ടിരിക്കണേ. അയ്യോ ഇതെന്താ അത്? കൂരിയല്ലേ ഇത്? ഇവിടെ ഒരു നല്ലൊരു അടിപൊളി സാധനം കിടപ്പുണ്ടതേ, കൂരിയാണ് കേട്ടാ. ചൂണ്ടിട്ടപ്പോഴല്ലേ അതൊക്കെ ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ കോറിഡോറിന്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ വന്നത് നമ്മുടെ സ്റ്റെയറിലേക്കാണല്ലോ. സ്റ്റെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ സെറ്റായിട്ട് ഇരിക്കണേന്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിലാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. ഇത് ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. നമുക്കപ്പോ വീഡിയോയോ അങ്ങനെയല്ല ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു സ്പേസ് ആണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഇത് നമുക്ക് ഇവിടെ ഉച്ച സമയത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ, നല്ല കട്ടപ്പുറ വെയിലാണ്. പിന്നെ അത് പറഞ്ഞ പോലെ നമുക്ക് ഒരു വൈകുന്നേര സമയം അല്ലെങ്കിൽ മഴക്കാലുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു സ്പേസ് ആണ്, കാഴ്ചകൾ അത്യാവശ്യം കാണുകയും ചെയ്യാം, ഓപ്പൺ സ്പേസിൽ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യാം. അടിപൊളിയാണ്. അപ്പൊ അതെ നമ്മുടെ ഈ ചേട്ടനാണ് നമ്മുടെ ബോട്ട് ഓടിക്കണത്. സ്രാങ്ക് എന്നാണ് പറയണത് ബോട്ട് ഓടിക്കണ അല്ലേ ചേട്ടാ? അതെ. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേട്ടാ? സജീവ് എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടനാണ് നമുക്ക് നമ്മുടെ സാരഥി, ഈ ട്രിപ്പിന്റെ സാരഥി എന്ന് പറയുന്നത് ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഇത് എവിടം വരെയും പോകും? ഇപ്പൊ നമ്മളിത് എങ്ങനെയാ പോണേ? എങ്ങനെ റൂട്ട് എങ്ങനെയാ? നമ്മുടെ നേരെ പോയി വളാത്തതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നേരെ കൈനഗിരി പോയി, പിന്നെ സി ബ്ലോക്ക്, ആർ ബ്ലോക്ക്, മാർത്താണ്ഡം, അങ്ങനെ നമ്മള് വേമ്പനാട്ട് കായലിൽ വരും. പിന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് ഈ വഴി തന്നെ തിരിച്ചു വരും. അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തത് 11 മണിക്കാണ്. 11 മണിക്ക് നമ്മളിപ്പോ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മള് വൈകുന്നേരം 5 മണിക്ക് അല്ലേ ഏട്ടാ? 5 മണി നമ്മളല്ലേ നിർത്തണത്? 5 മണിയാകുമ്പോഴത്തേക്കും നമ്മള് ഇവിടെ നിർത്തും. പിന്നെ അപ്പൊ ലഞ്ചൊക്കെ എങ്ങനെയാ? നമുക്ക് 1:30ക്കാണ് ലഞ്ച്. അതിനൊരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും നിർത്തിയിടോ? അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മള് ലഞ്ച് തന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ 1-2 സ്ഥലങ്ങൾ കൂടെ റൗണ്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ്. തിരിച്ച് നമ്മൾ ഈ റൂട്ട് തന്നെയാണോ പോകുന്നത്? നമ്മൾ കുറച്ച് ഭാഗം ഈ റൂട്ട് തന്നെയാണ്, കുറച്ച് സമയം. ബാക്കിയെല്ലാം വേറെ റൂട്ടിലോട്ടാണ്. അപ്പൊ നമ്മള് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് വരും. അപ്പൊ അത്ര നേരം നമുക്ക് ഈ കായലിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമ്മള് ചെറിയൊരു പുഴയല്ലേ ഏട്ടാ? പാർട്ടാണ്. അപ്പൊ അധികം ഇതില്ല, വീതി ഇല്ലാത്തൊരു ചെറിയ അല്ലേ? വേമ്പനാട്ട് കായലിലെ പാർട്ടാണെന്ന് പറയുന്നത്. പക്ഷെ അതിനധികം വീതിയൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ വലിയ കായലിലോട്ട് കയറുന്നത്. കൈനഗിരി എന്നുള്ള സ്ഥലം നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥലമാണ് ചേട്ടാ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലോട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റുമോ? ആ വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കൊണ്ടുവന്നപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് പോന്നാറും കൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പൊ ഫുഡ് ഇവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ എല്ലാവരും അതിനെ ആക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കാരണം നമുക്ക് ഫുഡിന്റെ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഫുഡ് നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല, നല്ല ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ചോറുണ്ടായിരുന്നു, ചോറിന്റെ ഒപ്പം സാമ്പാറ്, മോരുകറി, പിന്നെന്താണ് അച്ചിങ്ങ മെഴുക്ക് വരട്ടിയത്, ക്യാബേജ് തോരൻ, സാലഡ്, പപ്പടം, കരിമീൻ, അല്ലാതെ ഇത്രത്തുള്ള കരിമീൻ വറുത്തത്, ചിക്കൻ കറി, പിന്നെന്താണ് അച്ചാറ്. ഇത്രയും സാധനങ്ങളായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടായിരുന്ന കേട്ടാ. ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചായിരുന്നേ. നമ്മുടെ ബാക്കിൽ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ പുറകിൽ വന്നിരിപ്പുണ്ട്. ഫ്രണ്ട്സ്, ഇതിപ്പോ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള യാത്ര നമ്മളെ തുടർന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണേട്ടാ. അപ്പൊ നമ്മൾക്ക് ഇത് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ നമ്മള് ഹൗസ് ബോട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് ആവശ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരവിടെ ബോട്ട് സൈഡ് ആക്കി തരും കേട്ടോ അവര്. അപ്പൊ നമുക്ക് മറ്റേ സ്പീഡ് ബോട്ടും പിന്നെ അതേപോലെ തന്നെ വേറെ നമുക്ക് ചെറിയ വഞ്ചികൾ എടുത്തിട്ട്
ഇതേപോലെ ചെറിയ ചെറിയ കനാലുകൾ. ഇപ്പൊ നമ്മളിപ്പോ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വീതിയുള്ള സ്ഥലമാണ്. ഇതിനെക്കാട്ടും ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൂടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വഞ്ചി എടുത്താ പോകേണ്ടത്. അങ്ങനത്തെ വഞ്ചിയൊക്കെ പോകണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോവാട്ടോ. 1 മണിക്കൂറത്തെ ഒരു റൈഡൊക്കെയാണത്. ഇപ്പൊ ഞങ്ങൾ കയറിയത് ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് കയറിയത്. സ്പീഡ് ബോട്ടിലായ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ പേടിയാണെങ്കിലും ആദ്യം പിടിച്ചിട്ടൊക്കെയാണ് കയറിയതെങ്കിലും കയറിയില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ശരിക്കും നമ്മൾക്കൊരു മിസ്സിങ് ആയി പോയാനേട്ടാ. അപ്പൊ നല്ല കറക്കി തിരിച്ചൊക്കെയാണ് നമ്മളെ കൊണ്ടുവന്നത്. അത് ഇവിടെ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്ന ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പൊ ഏകദേശം സമയം 5 മണിയാവാറായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ടിങ്ങിന്റെ സമയമൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്താറായിട്ടുണ്ട്. പാലത്തിന്റെ അപ്പുറത്താണെന്നാണ് നമ്മൾ കയറിയത്. അപ്പൊ അവിടെ എത്താറായിട്ടുണ്ട്. അടിപൊളി ഒരു 1 ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയണത്. നമുക്ക് ഇന്നത്തെ ഈ ബോട്ട് യാത്രയൊക്കെ അറേഞ്ച് ചെയ്തേക്കണ ജനപ്രിയ എന്ന് പറഞ്ഞൊരു ഹൗസ് ബോട്ടിന്റെ ചേട്ടന്മാരാണ് കേട്ടോ. ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിൽ നമ്മളോടൊക്കെ നന്നായിട്ട് സഹകരിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഏറ്റവും എടുത്ത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫുഡാണ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഫുഡാണ്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇവിടെ ആലപ്പുഴ പള്ളാത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന ഒരു പ്രൈസ് മാത്രമേ നമുക്ക് ഈ ബോട്ട് യാത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആർക്കെങ്കിലും ഇതേപോലെ യാത്ര ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണും കൂടി നടത്തണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ഒരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.